സംസാരിക്കാം. അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 31 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിരവധി പ്രതീക്ഷകളുമായി ഇവിടെ നിന്ന് പോയവരാണ് ഇപ്പോൾ ഈ ചേതനേറ്റ മൃതദേഹമായി തിരിച്ചു വന്നത് എന്നുള്ളത് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഈ ഒരു യാത്ര അവരുടെ പ്രിയപ്പെട്ടവർക്ക് വളരെ വേദനയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നിരവധി പേരാണ്, അവരെ അറിഞ്ഞുകൂടാത്ത ആളുകൾ പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവരെ ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. EP ജയരാജൻ, MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ്. അതായത് മൃതദേഹങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ, ജീവിതത്തിൽ കരപിടിപ്പിക്കാനായി പ്രവാസ ജീവിതത്തിലേക്ക് പോയവരെ അവസാനമായി അവരെ ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത് LDF കൺവീനറും EP ജയരാജനും MP ഗോവിന്ദനുമാണ്. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി കൊച്ചിയിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ 10 കൂടി മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു. ഓരോരുത്തരും മൃതദേഹങ്ങൾ കാണാനായി ബഹുമാനപൂർവ്വം തന്നെയാണ്, അതായത് ആദരവോടുകൂടി തന്നെ അവരെ യാത്രയക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ. രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് സർക്കാരിൻ്റെ ഒരു വേദന തന്നെ മനസ്സിലാക്കാനും കാണാനും സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അവരുടെ വേദനയോടൊപ്പം തന്നെയാണ് ഞങ്ങളും ഇവിടെ നിൽക്കുന്നത്. ഏറെ സങ്കടത്തോടെ തന്നെയാണ്, അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് മലയാളി വാർത്തയും ഈ സമയത്ത് ഒരു വാർത്താ റിപ്പോർട്ടിംഗ് എന്നതിലുപരി അവരുടെ കുടുംബാംഗങ്ങളുടെ സങ്കടം വേദനയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളും ഇവരവസരത്തിൽ ഇവിടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ്. ഓരോ പ്രിയപ്പെട്ടവർക്കും പ്രവാസ ജീവിതത്തിനായി പോയ 31 പേർക്കും അവർക്ക് മലയാളി വാർത്തയുടെ ആദരാഞ്ജലികൾ ഞങ്ങൾ
പറയുകയാണ്. ആ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങളും അവരുടെ വേദനയോടൊപ്പം തന്നെ പങ്കുചേരുകയാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. പൊതുദർശനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ഓരോ മൃതദേഹങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് കാണുവാനും ആ മൃതദേഹങ്ങൾ മുഖ്യമന്ത്രി, സംസ്ഥാന സർക്കാരും മുതിർന്ന നേതാക്കളും കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ, തമിഴ്നാട് മന്ത്രി ഒക്കെ ചേർന്ന് അത് ഏറ്റുവാങ്ങി 31 മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിനായി വെക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഓരോ നോർക്കയുടെ ആംബുലൻസുകളിൽ കൃത്യമായി മൃതദേഹങ്ങളൊന്നും മാറാതെ തന്നെ കൃത്യമായി അവരുടെ വീടുകളിൽ എത്തിക്കുന്നതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ആ വാഹനത്തിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടാകും. മാത്രമല്ല ആ ആംബുലൻസിനെ ഒരു പോലീസ് വാഹനം അകമ്പടിയും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ കുവൈറ്റിലേക്ക് വീണ ജോർജ് പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും പറയേണ്ട ഒരു സമയമല്ല ഇത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഈ ഒരു അവസരത്തിൽ കടക്കുന്നില്ല. കുടുംബാംഗങ്ങളിൽ മരണപ്പെട്ട ഓരോരുത്തരുടെയും ആ ഒരു പൊതുദർശന ഇതിൽ ഓരോരുത്തരുടെയും ഫോട്ടോകൾ പതിപ്പിച്ചിട്ടുണ്ട്. അത് ആ ഒരു മൃതദേഹങ്ങൾ ഓരോന്നായി 31 മൃതദേഹങ്ങൾ വയ്ക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിരവധി പോലീസുകാർ ഈ ഒരു പൊതുദർശന വേദിയിൽ ഉണ്ട്. എല്ലാ പോലീസുകാരും അതിന്റെ നടപടിക്രമങ്ങളോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിരവധി പ്രമുഖർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊപ്പം സാധാരണക്കാരായ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രവാസ ജീവിതത്തിനായി പോയവരെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഈ ഒരു സങ്കടക്കടലായി നെടുമ്പാശ്ശേരി മാറുമ്പോൾ ഒരുപക്ഷെ അകത്തേക്ക് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നവരെ യാത്ര അയക്കുന്ന സന്തോഷ കണ്ണുനീരവാർ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇതിനു മുൻപേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് സന്തോഷവും മറുഭാഗത്ത് സങ്കടവും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം മുഴുവനായി നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു നിശബ്ദതയാണ്, ഒരു സങ്കട കടലാണ്. അതായത് ചേതനയേറ്റ 31 പേരുടെ കുടുംബത്തോടൊപ്പം ഇവിടെയുള്ള ഓരോരുത്തരും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ആ കാഴ്ച ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു വേദന അത് ഈ ഒരു വേദന അത് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ്. നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നതിന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ വെളുപ്പിന് 4:30 ഈ ഒരു അതിദാരുണമായ സംഭവം നടന്നത് എന്നുള്ളതാണ്. ഈ അതിദാരുണമായ സംഭവം നടന്നയുടൻ തന്നെ ഇവിടുത്തെ അധികൃതർ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എങ്കിൽ പോലും ഒരു 45 മിനിറ്റിനിടയ്ക്കാണ് ഈ ഒരു വലിയ ദാരുണമായ സംഭവം നടന്നത്. കേന്ദ്രമന്ത്രിമാർ അടക്കം ഇവിടെ എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേന്ദ്രമന്ത്രിമാർ അടക്കം എത്തുന്ന ഒരു കാഴ്ച, അതായത് അത്രത്തോളം വലിയൊരു ദുരന്തത്തിനാണ് നമ്മുടെ കേരളം സാക്ഷിയായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും
ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്താണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും ആ കുടുംബത്തിന്റെ വേദന അതൊരിക്കലും ആർക്കും എന്ത് നൽകിയാലും എന്ത് കൊടുത്താലും എന്ത് പറഞ്ഞാലും എന്ത് ആശ്വാസങ്ങൾ വാരിച്ചൊരിഞ്ഞാലും ആ കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട അവരുടെ വേദന അതിന് പകരം വയ്ക്കാൻ ഒന്നും പകരമാകില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ ഒരു ദൃശ്യങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ എത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഓരോ പ്രവാസിയും കടൽ കടന്നു പോകുന്നത് അവന്റെ കുടുംബം, ഭാര്യയും മക്കളെയും അമ്മയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഒക്കെ വിട്ട് പിരിഞ്ഞുകൊണ്ട് അവർ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത് ജീവിതം സാമ്പത്തിക ഭദ്രമാക്കാനും തനിക്കൊപ്പമുള്ളവരെ സാമ്പത്തികമായി ഭദ്രപ്പെടുത്താനും അവരുടെ ജീവിതം നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിന് പോയവരാണിപ്പോൾ ഈ ചേതനയേറ്റ ശരീരമായി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അവരുടെ വേദന, ആ വേദനയ്ക്കൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂര്, കോട്ടയം, കൊട്ടാരക്കര, തിരുവനന്തപുരം അങ്ങനെ നിരവധി സ്ഥലങ്ങളിലുള്ള 31 പേരാണ്. കാസർഗോഡുള്ളവരുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 31 പേരാണ് രക്ഷപ്പെടാനാവുന്നത്ര ശ്രമിച്ചപ്പോഴും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലുമൊക്കെയാണ് ഈ ഒരു ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. നോവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ 31 പേരും കേരളക്കാരുടെ നോവായി മാറിയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ വേദന അത് നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ വേദനയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ നിരവധി പേരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു യാത്രയപ്പ് അവസാനമായി അവർക്ക് നൽകുന്നൊരു യാത്രയപ്പ് അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉറ്റവരുടെ അടുത്തേക്ക് അവസാനമായി പറന്നിറങ്ങിയിരിക്കുകയാണ് അവർ. മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കുന്നത് പ്രത്യേകം സജ്ജമാക്കിയ നോർക്കയുടെ ആംബുലൻസിലാണ് എന്നുള്ളതാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ ഉറ്റവരുടെ അടുത്തേക്ക് പറന്നിറങ്ങാനായി പോയവർ, അവരുടെ ജീവിത സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നടത്തി കൊടുക്കാനും നിറവേറ്റുവാനുമായി പോയവരാണ് ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങിയത് എന്ന് നമുക്ക് പറയുമ്പോൾ തന്നെ ഏറെ മാനസിക വിഷമമുണ്ട് എന്നുള്ളതാണ്. അതിനിടയിൽ കുവൈറ്റിലെ ദുരന്തത്തിൽ മരണം 50 എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മരിച്ചവരിൽ 24 മലയാളികൾ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞ മൃതദേഹം കൊല്ലം സ്വദേശിയുടേതാണ്. നേരത്തെ 23 പേരായിരുന്നു എന്നാണ്. ഇപ്പോൾ 24 പേർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വന്ന വിവരങ്ങൾ അത്തരത്തിൽ ഉള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ സംസ്ഥാന സർക്കാരും കേരള പോലീസും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൃതദേഹം ഏറ്റുവാങ്ങൽ ചടങ്ങുകളും മൃതദേഹങ്ങൾ ഉറ്റവരുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ കൃത്യമായി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എയർപോർട്ടിൽ ഏറ്റുവാങ്ങിയത്. ആംബുലൻസിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കും. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. 45 ഇന്ത്യക്കാർ മരിച്ചെന്നാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപകട വിവരം അറിഞ്ഞ സമയം മുതൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തമിഴ്നാട്ടിലുള്ള പ്രത്യേക
പ്രതിനിധികൾ എന്നിവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നാണ് ആദ്യം കൊച്ചിയിലേക്ക് കൊണ്ടുവരണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത്. 23 മലയാളികളുടെയും 7 തമിഴ്നാട്ടുകാരുടെയും 1 കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിലേക്ക് എത്തിച്ചിരുന്നത്. ബാക്കി 14 മൃതദേഹങ്ങളുമായി വിമാനം ഡൽഹിയിലേക്ക് പോയി. 31 മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഓരോ ടേബിളിലും മരിച്ചവരുടെ ഫോട്ടോയും ഉൾപ്പെടുത്തിയാണ് മൃതദേഹങ്ങൾ അവിടെ വച്ചിരിക്കുന്നത്. മാത്രമല്ല തമിഴ്നാടിന്റെ ആംബുലൻസും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 7 പേരാണ് തമിഴ്നാട്ടിൽ നിന്ന് പോയി 7 പേരാണ് കുവൈറ്റിലെ ഈ ഒരു അപകടത്തിൽ, തീപിടുത്തത്തിൽ, വളരെ ദാരുണമായ അപകടത്തിൽ മരണപ്പെട്ടത്. കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ആവശ്യമെങ്കിൽ ആംബുലൻസ് വിട്ടുകൊടുക്കാനുള്ള സംവിധാനവും നോർക്ക ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കേരള അതിർത്തി വരെ അനുഗമിക്കാനുള്ള അകമ്പടി വാഹനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. റോഡ് മാർഗമായിരിക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നവരും പലരുടെയും സങ്കട കണ്ണുനീരായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പലരും കരഞ്ഞു നിലവിളിച്ചുകൊണ്ടാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് നമുക്ക് സത്യത്തിൽ ആ കണ്ണുനീർ ഇതൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം സങ്കടക്കടലായി മാറിയിരിക്കുന്നു ഇവിടുത്തെ ഓരോ നിമിഷങ്ങളും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ടവരെ കണ്ട് നെഞ്ചു പൊട്ടി നിലവിളിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് അവരെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അവരെ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുന്നവരുടെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഓരോ മൃതദേഹങ്ങളിലെയും അടുത്തെത്തി അവരെ ഏറെ സങ്കടത്തോടെ യാത്രയാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകർക്കത് കാണാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഓരോ മൃതദേഹത്തിന്റെ അടുത്തെത്തി കൈകൂപ്പി നിന്നുകൊണ്ട് അവരെ യാത്രയാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 31 മൃതദേഹങ്ങളും സുരേഷ് ഗോപി ആ മൃതദേഹങ്ങളിനടുത്തേക്ക് സുരേഷ് ഗോപി എത്തുന്നതും കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഓരോ മൃതദേഹങ്ങളുടെ അടുത്ത് ചെന്ന് അവരെ ഏറ്റവും ആദരപൂർവ്വം ബഹുമാനപൂർവ്വം യാത്രയാക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ കാഴ്ചകളൊന്നും താങ്ങാനാകാതെ നെഞ്ചുപൊട്ടി നിലവിളിക്കുകയാണ് ഇവിടെ എത്തുന്ന ഓരോ പ്രിയപ്പെട്ടവരും അവരുടെ ഉറ്റവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളം കണ്ണിൽ കടലായി മാറുന്ന ഒരു കാഴ്ച അത് മുഴുവനായി നമുക്കിവിടെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. മന്ത്രി വീണ ജോർജ്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഓരോ മൃതദേഹങ്ങളും അടുത്ത് പോയി അവരെയൊക്കെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം യാത്രയാക്കുന്ന, ഇതൊക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആംബുലൻസിൽ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആന്ധ്ര സ്വദേശിയാണ് ഇതിൽ മരണപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിന്റെ മൃതദേഹം ദില്ലിയിലേക്കാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം കൊണ്ടുപോവുക. എന്തായാലും അന്തിമോപചാരം അർപ്പിക്കുവാൻ നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ ആംബുലൻസിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അകമ്പടി വാഹനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കൊല്ലം സ്വദേശി കൂടി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. അതേറെ വേദനയോടെ തന്നെയാണ്. കാരണം ഈ 31 പേരുടെ
മരണവാർത്തയും നമ്മളേറെ സങ്കടത്തോടെയാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചത്. എന്തായാലും ഇപ്പോൾ ഒരു 24 പേരായി മലയാളികൾ എന്നുള്ളതാണ് അതിലേറെ സങ്കടപ്പെടുത്തുന്ന കാര്യം. അതിൽ ഒരു കൊല്ലം സ്വദേശിയുടേതാണ് ഏറ്റവും ഒടുവിലായി അറിഞ്ഞ ഒരു മരണം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വേദന അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം തന്നെയാണ്. എന്തായാലും എല്ലാവരും മൃതദേഹങ്ങൾ സംസ്കരിച്ച ശേഷം എല്ലാ വാഹനങ്ങളും ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് മൃതദേഹങ്ങളൊക്കെ സംസ്കരിച്ച ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് മടങ്ങുവാനുള്ള വാഹനങ്ങൾ ഇവിടെ സജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 45ഓളം പേർ മരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവരിൽ 24 പേർ മലയാളികളെന്നാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ സുമേഷിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. സുമേഷിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കുന്ന മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. കൊല്ലം ജില്ലയിൽ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും കൊല്ലം കടവൂർ സ്വദേശിയാണ് സുമേഷ്. വീടിന്റെ ഏക അർത്താണിയാണ് സുമേഷ്. ഇന്നലെ രാത്രിയോടെയാണ് സുമേഷിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. വ്യോമസേനയുടെ C-130J വിമാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിച്ചത്. രാവിലെ 7:30 വിമാനം കൊച്ചിയിലെത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് 10:30 വിമാനം കൊച്ചിയിലെത്തിയത്. അരുൺ ബാബു തിരുവനന്തപുരം, നിതിൻ കുഞ്ഞൂർ കണ്ണൂർ, തോമസ് ഉമ്മൻ പത്തനംതിട്ട, മാത്യു തോമസ് ആലപ്പുഴ, ആകാശ് എസ് നായർ പത്തനംതിട്ട, രഞ്ജിത്ത് കാസർഗോഡ്, സജു വർഗീസ് പത്തനംതിട്ട, കേളു പൊന്മലേരി കാസർഗോഡ്, സ്റ്റെഫിൻ എബ്രഹാം സാബു കോട്ടയം, MV ബാബു മലപ്പുറം, കുപ്പൻ പുരയ്ക്കൽ നൂഹ് മലപ്പുറം, ലൂക്കോസ് കൊല്ലം, സാജൻ ജോർജ് കൊല്ലം, PV മുരളീധരൻ പത്തനംതിട്ട, വിശ്വാസ് കൃഷ്ണൻ കണ്ണൂർ, ഷമീർ ഉമറുദ്ദീൻ കൊല്ലം, ശ്രീഹരി പ്രദീപ് കോട്ടയം, ബിനോയ് തോമസ്, ശ്രീജേഷ് തങ്കപ്പൻ നായർ, സുനീഷ് പിള്ള സുന്ദരൻ, അനീഷ് കുമാർ പൊന്നൻകണ്ടി, സിബിൻ തേവരോത്ത, എബ്രഹാം, ഷിബു വർഗീസ് എന്നിവരാണ് മരിച്ച മലയാളികൾ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ സന്ദർശിച്ച ശേഷം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി മൃതദേഹങ്ങളൊക്കെ ബഹുമാനപൂർവ്വം യാത്രയാക്കിയതിനു ശേഷം ഇവിടെ മന്ത്രിമാരൊക്കെ മടങ്ങുന്ന ഒരു കാഴ്ച ആണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് മടങ്ങും. എന്തായാലും എല്ലാ ും എല്ലാ മൃതദേഹങ്ങളും കൃത്യമായി തന്നെ അവരുടെ വീടുകളിൽ എത്തിക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രിമാരൊക്കെ ഇവിടെ നിന്ന് മടങ്ങുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ മടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. മന്ത്രിമാർ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ ഔദ്യോഗിക ബഹുമതികളും കൂടി അവരെ യാത്രയാക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എല്ലാ ഔദ്യോഗിക ബഹുമതി
എല്ലാ ഔദ്യോഗിക ബഹുമതികളിലും കൂടി അവരെ യാത്രയാക്കുന്നതിന്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ ബഹുമതികളിലും കൂടി യാത്രയാക്കിയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എല്ലാം ഔദ്യോഗിക ബഹുമതികളും കൂടി അവരെ യാത്രയാക്കിയതിനു ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു അവസാന യാത്ര, ഈ ഒരു മടക്കയാത്ര എങ്ങനെയാകുമെന്ന് കുടുംബത്തിലുള്ളവരും അവരുടെ കൂട്ടുകാരും ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഇവിടുന്ന് യാത്രയായതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സുരേഷ് ഗോപി അവരെ യാത്രയാക്കി മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടത്. സുരേഷ് ഗോപി മടങ്ങിയിരിക്കുകയാണ്, മന്ത്രിമാരെല്ലാം തന്നെ മടങ്ങിയിരിക്കുകയാണ്. ഇനി മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റി അവരുടെ വീടുകളിൽ എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. അതായത് ഓരോ മൃതദേഹങ്ങളും കൃത്യമായി അവരുടെ വീടുകളിൽ യഥാസമയം എത്തിക്കുക എന്നുള്ളതിന്റെ ഒരു ജാഗ്രത പോലീസിന് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ആ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഓരോ മൃതദേഹങ്ങൾ വീട്ടിൽ എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഓരോരുത്തരുടെയും മൃതദേഹത്തിൽ കുടുംബാംഗങ്ങൾ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
കാണാനുള്ളവരെ ആ അങ്ങേ എൻഡി ചെന്നിട്ട് ഇങ്ങനെ റെഡിയായിട്ട് വരുന്നത്. കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ട് പൊട്ടിക്കരയുന്നവരുടെ സങ്കടങ്ങൾ സത്യത്തിൽ കണ്ടു നിൽക്കാൻ കഴിയുന്നതിന് മാത്രമാണ് എന്നുള്ളതാണ്. സഹിക്കാൻ കഴിയാതെ ഓരോരുത്തർ നിലവിളിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഇനി ഈ സമയത്ത് പൊതു ദർശനത്തിനായി മൃതദേഹങ്ങൾ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ട്. ആ സമയത്ത് കാണാനുള്ള സൗകര്യം പോലീസും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. കാരണം രാവിലെ മുതൽ ഏകദേശം 6 മണി മുതൽ ഇവിടെ എത്തിച്ചേർന്ന നിരവധി പേരുണ്ട്. ഇത് അവസാനമായി ഒരു നോക്ക് കാണാനായി ഇതാണ് അതൊന്ന് കേട്ടിട്ട് പേരൊന്ന് നോക്കാനാണ് സിബിൻ. സിബിന്റെ മൃതദേഹത്തിൽ അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും മൃതദേഹങ്ങളൊക്കെ ആംബുലൻസിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഒന്നാം നമ്പർ മൃതദേഹം, അതായത് അരുൺ ബാബുവിന്റെ മൃതദേഹം കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ. അരുൺ ബാബുവിന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സന്തോഷത്തോടെ വീട്ടിലേക്ക് യാത്രയാകേണ്ടവർ ചേതനയേറ്റ് മൃതദേഹവുമായി പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ
ഓരോ മൃതദേഹങ്ങളും ആദ്യം അരുൺ ബാബുവിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി, അടുത്ത് നിതിന്റെ മൃതദേഹമാണ് കൊണ്ടുപോകുന്നത്. ഓരോ വാഹനത്തിനും കൃത്യമായി മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് അതിൽ കൃത്യമായി ജാഗ്രത പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കത് മനസ്സിലാക്കാനും കാണാനും സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഏറെ ദുഃഖത്തോടെയാണ് ഓരോ മൃതദേഹങ്ങളും ആംബുലൻസിലേക്ക് കയറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നിതിന്റെ മൃതദേഹമാണ് ഇപ്പോൾ 2ാം നമ്പർ ആംബുലൻസിലേക്ക് കയറ്റുന്നത്. എല്ലാം ഒരുമിച്ച് തന്നെ ഇവിടുന്ന് പുറപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 24 മൃതദേഹങ്ങളും ഒരേ സമയം തന്നെ പോകാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അൻവർ സാദ് MLA കൃത്യമായി കാര്യങ്ങൾ ചെയ്യിക്കുവാനും കൃത്യമായ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ സിബിന്റെ മൃതദേഹം നേരത്തെ നമ്മൾ കണ്ടതുപോലെ സിബിന്റെ അച്ഛൻ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് കുടുംബം പുലർത്താനായി പ്രവാസ ജീവിതം ഏറ്റെടുക്കേണ്ടി വന്ന മകൻ ചേതനയേറ്റ ശരീരമായി വന്ന് കിടക്കുന്നത് കാണാൻ കഴിയാതെ അച്ഛന്റെ വേദന, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും പത്തനംതിട്ടക്കാരനെങ്കിൽ സിബിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ആംബുലൻസിനുള്ളിൽ കയറ്റിയിരിക്കുന്നത്.